നമസ്കാരം. അർണബ് ഗോസ്വാമിക്ക് ജാമ്യം കിട്ടിയതിനെ തുടർന്ന് ഇന്നലെ മുതൽ വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. അർണബ് ഗോസ്വാമിക്ക് ജാമ്യം കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് സിദ്ദിഖ് കാപ്പന് ജാമ്യം കൊടുത്തില്ല? ഈ സുപ്രീം കോടതി നരേന്ദ്രമോദിയുടെ കീഴിലാണ്. മോദി പറയുന്നതനുസരിച്ചാണ് ഇവർ ചലിക്കുന്നത്. എന്തെല്ലാം വൃത്തികെട്ട ആരോപണങ്ങളാണെന്നറിയാമോ? പ്രാഥമികമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക. സിദ്ദിഖ് കാപ്പൻ പത്രപ്രവർത്തകനായിരിക്കാം, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ പ്രിയപ്പെട്ട ആളാണല്ലോ. 25 ലക്ഷം രൂപ വെട്ടിച്ച ദില്ലി പ്രസ് ക്ലബിന്റെ KUWJയുടെ ജനറൽ സെക്രട്ടറിയോ മറ്റോ ആണ് ഈ സിദ്ദിഖ് കാപ്പൻ എന്ന യോഗ്യൻ. ശരി, അപ്പോഴും പത്രപ്രവർത്തകനാണല്ലോ. തേജസ് പത്രത്തിലായിരുന്നു, പിന്നെ വേറെ എന്തോ ചെയ്തു. ചുരുക്കം പറഞ്ഞ് ഇപ്പോൾ ഒരു വെബ് പോർട്ടലായ അഴിമുഖത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. അതിന് തന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇല്ലെന്നോ അവിടുത്തെ ജോലിക്കാരനാണെന്ന് തെളിയിക്കാൻ രേഖയില്ലെന്നോ ഒക്കെ പറയുന്നു. സാധാരണഗതിയിൽ വെബ് പോർട്ടലിലെ ആൾക്കാരെ KUWJക്കാര് തൊട്ട് തീണ്ടാറില്ല. കാരണം അവരൊന്നും പത്രപ്രവർത്തകരല്ല. ഉദാഹരണമായിട്ട് നമ്മുടെ മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയ, ആ മനുഷ്യനെ പത്രപ്രവർത്തകനായിട്ട് ആരും അംഗീകരിക്കുന്നില്ല. സർക്കാരും അംഗീകരിക്കുന്നില്ല, KUWJ എന്ന സംഘടനയും അംഗീകരിക്കില്ല. വേണ്ടപ്പ, അവരാരും ഇതിന്റെ പിന്നാലെ നടക്കുന്നുമില്ല. പക്ഷേ വെബ് പോർട്ടലിൽ വർക്ക് ചെയ്യുന്ന സിദ്ദിഖ് കാപ്പനെ അവർ ജനറൽ സെക്രട്ടറി വരെ ആക്കും. അവരുടെ പ്രിയപ്പെട്ട ആളാണ്. ഇതിന്റെയൊക്കെ ഉള്ളുകളികൾ ഞാൻ വേറൊരു സമയത്ത് നിങ്ങളോട് പറയാം. ഇപ്പൊ നമുക്ക് പരിശോധിക്കാനുള്ളത്, എന്തുകൊണ്ട് അർണബ് ഗോസ്വാമിക്ക് ജാമ്യം കിട്ടി, എന്തുകൊണ്ട് സിദ്ദിഖ് കാപ്പന് കിട്ടിയില്ല? ഇതാണല്ലോ പ്രശ്നം. അർണബ് ഗോസ്വാമിയുടെ മേൽ കുറ്റം ചാർത്തപ്പെട്ടത് ആത്മഹത്യാ പ്രേരണ എന്നുള്ളതാണ്. അത് ഇന്നലെ ഞാനൊരു പ്രത്യേക വീഡിയോയിലൂടെ നിങ്ങളോട് വിശദീകരിച്ച് പറഞ്ഞിരുന്നു എന്താണ് ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നുള്ളത്. പത്രപ്രവർത്തകനായതുകൊണ്ടോ TVയിലെ ചർച്ച ശിവസേനയ്ക്കോ കോൺഗ്രസിനോ എതിരെ നയിച്ചത് കൊണ്ടോ ഒന്നുമല്ല അർണബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നിൽ ഈ ദേഷ്യമൊക്കെ ഉണ്ടാവാം. പക്ഷേ അറസ്റ്റിൽ രേഖപ്പെടുത്തപ്പെട്ട കുറ്റം ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. സിദ്ദിഖ് കാപ്പന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെട്ട കുറ്റം UAPA ആണ്. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് വെച്ചുള്ള വകുപ്പുകളാണ് സിദ്ദിഖ് കാപ്പന്റെ പേരിലുള്ളത്. എന്താ ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്? നമ്മൾ UAPA എന്നൊക്കെ എല്ലാവരും TVയിൽ പറയുന്നത് കേട്ടിട്ടില്ലേ? 1967 ദേശസുരക്ഷയെ മാനിച്ചുകൊണ്ട് ചില പ്രത്യേക നിയമം വേണം എന്ന് പറഞ്ഞിട്ട് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പാസാക്കിയ നിയമമാണ് UAPA ആക്ട് 1967. 1967. അന്ന് നരേന്ദ്രമോദി രാഷ്ട്രീയത്തിലൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ എല്ലാവരും കൂടെ ബഹളം വയ്ക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്തോ ഇങ്ങേര് ചെയ്ത പോലെ തോന്നും. ഒന്നുമല്ല. ഇത് കഴിഞ്ഞിട്ട് 1969 ആ ആക്ടിൽ ചില ഭേദഗതികൾ വന്നു. 1986 കുറച്ച് ഭേദഗതി വന്നു. 2004 വന്നു. 2008 വന്നു. 2008 UAPA ആക്ട് ഏകദേശം സമൂലമായിട്ട് തന്നെ പരിഷ്കരിക്കുന്നത്. UAPA അമെൻമെന്റ് ആക്ട് 2008 എന്ന പേരിൽ. അന്ന് ഭരിക്കുന്നത് മൻമോഹൻ സിംഗും ആഭ്യന്തരമന്ത്രി ചിദംബരവുമാണ്. ചിദംബരം മനുഷ്യാവകാശ ലംഘകനാണെന്ന് ആരും പറയുകയല്ലോ, പരമയോഗ്യനല്ലേ. പുള്ളി മനുഷ്യാവകാശത്തിന്റെ നടക്കുന്ന രൂപമാണ് ചിദംബരം. ആ ചിദംബരമാണ് 2008 ഈ ആക്ട് ഭേദഗതി ചെയ്യുന്നത്. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു. കാരണം അന്നത് ആവശ്യമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഉണ്ടല്ലോ, UNGA, 2001 എല്ലാവരും ചേർന്ന്, എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഒരു പ്രമേയം പാസാക്കി. ടെററിസം, ഭീകരവാദമെന്നോ ഒക്കെ പറയാവുന്ന ടെററിസം, ഈ ടെററിസത്തിനെതിരെ എല്ലാ രാജ്യങ്ങളിലും നിയമം ഉണ്ടാവണം എന്ന് പാസാക്കി. 2001 മുതൽ 2008 വരെ എല്ലാ വർഷവും യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ, അതിൽ കുറച്ചംഗങ്ങളല്ലേ ഉള്ളൂ, വലിയ പ്രബലന്മാരാണ്, അമേരിക്ക, ചൈന, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയവർ. അവർ ഓരോ വർഷവും യുണൈറ്റഡ് നേഷൻസിലെ അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു, ടെററിസത്തിനെതിരായ നിയമം വേണം 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 വേണം. എല്ലാവരും സമ്മതിച്ചതാണ്. 2001 തന്നെ എല്ലാവരും സമ്മതിച്ചതാണ്. പല പല കാരണങ്ങൾ കൊണ്ട് നിയമം പാസ്സാക്കിയില്ലെന്നേ ഉള്ളൂ. ഏതായാലും 2008 ഭാരതം ഈ ടെററിസത്തിന് വിരുദ്ധമായ നിയമം
UAPA ആക്ട് ഭേദഗതി വരുത്തിക്കൊണ്ട് അമെൻഡ് ചെയ്തുകൊണ്ട് നടപ്പിൽ വരുത്താൻ തീരുമാനിച്ചു. അത് പാസ്സാക്കുകയും ചെയ്തു. അതിനകത്താണ് ആദ്യമായിട്ട് ടെററിസം എന്ന് വെച്ചാൽ എന്താണ്, ടെററിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഏതൊക്കെ പ്രവൃത്തി ഇതിനകത്ത് പെടുന്നു, ഏതൊക്കെയാണ് കുറ്റകൃത്യം, ഇതെല്ലാം വിശദീകരിച്ച് എഴുതി ആ കുറ്റം, അതിനുള്ള ശിക്ഷ, ഇതെല്ലാം എഴുതി തയ്യാറാക്കി UAPA ആക്ടിന്റെ കൂടെ ചേർത്തിട്ട് ഇപ്പോൾ ഒറ്റ ബുക്കാക്കിയിട്ട് UAPA ആക്ട് 1967 ആസ് അമെൻഡഡ് അപ് ടു 2008 ഈ പേരിൽ ബുക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. വലിയ ആക്ടൊന്നുമല്ല, വലിയ പുസ്തകമൊന്നുമല്ല, സാധാരണ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാണ് ഇന്ത്യൻ നിയമങ്ങളെല്ലാം. അത് നമ്മൾ കണക്ട് ചെയ്ത് വായിക്കാൻ ശ്രമിക്കണം, അത്രേ ഉള്ളൂ. മൊത്തത്തിലൊന്ന് വായിക്കണം. ഏതെങ്കിലും ഒരു കഷ്ണം കൈ കിട്ടുമ്പോൾ അതുമായിട്ട് നേരെ ഫേസ്ബുക്കിലേക്ക് ഓടരുത്. മുഴുവൻ വായിച്ചു നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധികളോ ഹൈക്കോടതി വിധികളോ ഉണ്ടെങ്കിൽ അതും വായിക്കുക. ഇതൊക്കെ സാധാരണക്കാരായ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് അവരെഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ നരേന്ദ്രമോദി ഒരു ഭേദഗതി വരുത്തിയപ്പോൾ, നരേന്ദ്രമോദിയുടെ സർക്കാർ, കാരണം 2008 ചിദംബരം പാസാക്കിയ അമെൻമെന്റ് അനുസരിച്ച് ടെററിസ്റ്റ് സംഘടനകൾ ഏതാണ് എന്നൊരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിരുന്നു. ആ ഷെഡ്യൂളിൽ ചില സംഘടനകളെ ചിലപ്പോൾ ചേർക്കും, ചിലപ്പോൾ എടുത്തു കളയും. ഇങ്ങനെ ഭീകരവാദ സംഘടനകൾ. വ്യക്തിയെ ടെററിസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ വകുപ്പുണ്ടായിരുന്നില്ല. കാരണം ഈ ബോംബ് വയ്ക്കുകയും സ്ഫോടനം നടത്തുകയും അന്താരാഷ്ട്ര ഗൂഢാലോചന നടത്തുകയും പാരപണിയുകയും ഒക്കെ ചെയ്യുന്ന ആള് ഒറ്റയ്ക്ക് ഇത് ചെയ്യാം. അയാൾക്ക് സംഘടനയുടെ ആവശ്യമൊന്നും നിർബന്ധമില്ല. ഉണ്ടെങ്കിലാവാന്നേ ഉള്ളൂ. അപ്പോ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തൈബ, LTTE എന്നൊക്കെ പറയുന്ന ജാതി എസ്റ്റാബ്ലിഷ്ഡ് ഭീകര സംഘടനകൾ, പ്രസിഡന്റ്, സെക്രട്ടറി, കമാൻഡർ ഒക്കെ ഉള്ളവർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് ഒരാൾ പോയി എവിടെയെങ്കിലും ബോംബ് വെച്ചു കഴിഞ്ഞാൽ അയാള് ഈ നിയമത്തിന്റെ പരിധിക്ക് പുറത്തായി പോകും. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഒരു ഭേദഗതി ഇവിടെ കൊണ്ടുവന്നു. വ്യക്തികളെ ടെററിസ്റ്റുകളായിട്ട് പ്രഖ്യാപിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ UAPA ആക്ട് നിൽക്കുന്നത്. ആ ആക്ടിലെ ചില വകുപ്പുകൾ ചേർത്തിട്ടാണ് കേരളത്തിൽ അലൻ, താഹ എന്ന 2 ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യുകയും വലിയ ബഹളവും കൂട്ടനിലവിളിയൊക്കെ ഉണ്ടാകുകയും ഒടുവിൽ ചാർജ് ഷീറ്റ് സമയത്ത് കൊടുത്തില്ല എന്നുള്ള ആനുകൂല്യം പറ്റിക്കൊണ്ട് അവര് പുറത്തിറങ്ങുകയും ചെയ്തു. സിദ്ദിഖ് കാപ്പന്റെ പേരിലും UAPAയിലെ ഏത് വകുപ്പാണ് ചാർത്തിയിരിക്കുന്നത് അറിഞ്ഞുകൂടാ. പക്ഷേ UAPA കുറ്റമാണ് സിദ്ദിഖ് കാപ്പന്റെ പേരിലുള്ളത്. സിദ്ദിഖ് കാപ്പൻ ചെയ്തതായിട്ട് KUWJയിലെ തന്നെ അംഗങ്ങൾ സമ്മതിക്കുന്ന, ഒരുപക്ഷെ പരസ്യമായിട്ട് അവർ പറയില്ലായിരിക്കാം, നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ ചോദിക്കുക, പരിചയക്കാരെ എന്നോട് പറഞ്ഞതാണ്. സിദ്ദിഖ് കാപ്പൻ ഒരൊറ്റ ദിവസം കൊണ്ട് 50 ലക്ഷം രൂപ ഒരു വെബ്സൈറ്റ് വഴി സമാഹരിക്കുന്നു. എന്തിന്? ഉത്തർപ്രദേശിലെ ഹത്രാസിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിയെ സഹായിക്കാൻ എന്ന പേരിൽ. ബലാത്സംഗങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്, കേരളത്തിലും നടക്കുന്നുണ്ട്. ഹത്രാസിൽ നടന്ന ബലാത്സംഗം വല്ലാതെ ഊതി വീർപ്പിക്കപ്പെട്ടു. തെറ്റൊന്നുമില്ല കേട്ടോ. ചില സംഭവങ്ങൾ നമ്മൾ ഊതി വീർപ്പിക്കുമ്പോൾ നമ്മൾ തന്നെ വിധേയിക്കും, അയ്യോ ഇതിലും ദാരുണമായ വേറൊരു സംഭവം നടന്നു, ആരും അതേപ്പറ്റി മിണ്ടുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. മാധ്യമങ്ങളുടെ ഒരു സ്വഭാവമാണ് അത്, ഊതി വീർപ്പിക്കുക. അത് ഉത്തർപ്രദേശ് ഭരിക്കുന്നത് BJP ആണ്, അതുകൊണ്ടൊന്നും അവരെ ചീത്തയാക്കാം. കേരളം ഭരിക്കുന്നത് അവരുടെ സ്വന്തക്കാരനാണ്, അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലുള്ളതാണ്. ഇതൊന്നും ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇതൊക്കെ ഉണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഉത്തർപ്രദേശിൽ ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി അവര് പിന്നീട് മരിച്ചു. അവര് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് ലിസ്റ്റിൽപ്പെട്ട ഒരു ജാതിയിൽ നിന്നാണ്. അവരെ പീഡിപ്പിച്ചു എന്ന് പറയുന്നവർ മുന്നോക്ക വിഭാഗം എന്നറിയപ്പെടുന്ന ഒരു ജാതി ആണ്. ഈ 2 ജാതിക്കാർ തമ്മിൽ കലാപമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിനാണ് ഈ പണം പിരിച്ചത്. പെൺകുട്ടിയുടെ പേരിൽ പിരിച്ചെങ്കിലും ഉദ്ദേശം അതായിരുന്നു. ഈ ഉദ്ദേശത്തോടുകൂടി പണവും ബാങ്കിൽ സമാഹരിച്ച് ഉത്തർപ്രദേശിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് സിദ്ദിഖ് കാപ്പനും കൂടെ 3 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുമായിട്ട് മധുര ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടിയിലാവുന്നത് UP പോലീസിന്റെ. ഇതാണ് സിദ്ദിഖ് കാപ്പന്റെ ബാക്ക്ഗ്രൗണ്ട്. സിദ്ദിഖ് കാപ്പൻ പോപ്പുലർ ഫ്രണ്ടാണോ? ആണ്. സിദ്ദിഖ് കാപ്പൻ താമസിക്കുന്നത്, പോപ്പുലർ ഫ്രണ്ടിന് പലവിധ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, മനുഷ്യാവകാശം.
ഈ ആളെ കൊന്നും മനുഷ്യാവകാശം സംരക്ഷിക്കാമെന്ന് മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ ഈ പോപ്പുലർ ഫ്രണ്ടിലൂടെയാണ്. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന് മനുഷ്യാവകാശ സംഘടനയുണ്ട്, പരിസ്ഥിതി സംഘടനയുണ്ട്, സ്ത്രീ സംഘടനയുണ്ട്, പിന്നെ സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുന്ന സംഘടന, ഇതൊക്കെയുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്. ഇതിലെ മനുഷ്യാവകാശ സംഘടനയുടെ ആഫീസിലാണ് സിദ്ദിഖ് കാപ്പന്റെ താമസം ദില്ലിയിൽ. ഈ സിദ്ദിഖ് കാപ്പനെ എത്ര വെളുപ്പിച്ചാലും വെളുപ്പിച്ചെടുക്കാൻ പറ്റില്ല. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ വലിയ വലിയ മാന്യന്മാര്, ദീപികയുടെ ഡൽഹി ബ്യൂറോ ചീഫാണ് ജോർജ് കള്ളിവയലിൽ, മാന്യന്മാരിൽ മാന്യനായ മനുഷ്യൻ. അദ്ദേഹം പോലും സിദ്ദിഖ് കാപ്പന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു. സിദ്ദിഖ് കാപ്പനും അർണാബ് ഗോസ്വാമിയും തുല്യരല്ലേ, അയാൾക്ക് കൊടുത്ത് ജാമ്യം ഇയാൾക്ക് കൊടുക്കണ്ടേ നരേന്ദ്രമോദി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. എന്തൊരു തമാശയാണെന്ന് ആലോചിച്ചു നോക്കണേ. രണ്ടുപേരും പത്രപ്രവർത്തനത്തിന്റെ പേരിലല്ല അറസ്റ്റ് ചെയ്യപ്പെട്ടത്. സിദ്ദിഖ് കാപ്പൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ സബ്വേഴ്സീവ് ആക്ടിവിറ്റി, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെയൊക്കെ കവർ ചെയ്യുന്ന UAPA ആക്ടിന്റെ പരിധിയിലാണ്. സിദ്ദിഖ് കാപ്പന് വേണ്ടി ഇവർ ചെയ്തത് എന്താ? സിദ്ദിഖ് കാപ്പൻ അറസ്റ്റിലായി കഴിഞ്ഞപ്പോൾ ഇവർ ഓടി സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തു. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ലാറ്റിൻ വാക്കാണ്. പ്രൊഡ്യൂസ് ദ ബോഡി, ശരീരം ജീവനോടെയോ അല്ലാതെയോ കോടതിയിൽ ഹാജരാക്കുക. ഈ കോടതി ഉത്തരവിന് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജിക്കാണ് ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ എന്ന് പറയുന്നത്. സുപ്രീം കോടതിയിൽ ഇവര് ഈ പെറ്റീഷനുമായിട്ട് ചെന്നപ്പോഴത്തേക്ക് UP പോലീസ് സിദ്ദിഖ് കാപ്പനെ UAPAയും ചുമത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയിട്ട് കസ്റ്റഡിയിൽ വാങ്ങിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നാവശ്യപ്പെടുന്ന ബോഡി ഉത്തർപ്രദേശ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നവരെ അറിയിക്കുന്നു. ഇനിയിപ്പോൾ അയാളെ കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കേണ്ട കാര്യമില്ലല്ലോ. പോലീസ് പിടിച്ചുകൊണ്ട് പോയി ആളെ കാണുന്നില്ല, അല്ലെങ്കിൽ ആളെയെ കാണുന്നില്ല. സാധാരണഗതിയിൽ മാൻ മിസ്സിംഗ് കേസാണത്. വേണമെങ്കിൽ അത് ഹേബിയസ് കോർപ്പസ് ആക്കിയിട്ട് നമുക്ക് ഹൈക്കോടതിയിലൊക്കെ പോവാം. അപ്പോഴാണ് പോലീസിന് കോടതി ഉത്തരവിടുന്നത്, കൊണ്ടുപോകണോ ഇവിടെ ഹാജരാക്ക്, നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ എവിടെ പോയി ആള്, വേഗം പിടിച്ചോണ്ട് പോവാ എന്ന് പറഞ്ഞിട്ട് ഹേബിയസ് കോർപ്പസ് റിട്ട് ഇഷ്യൂ ചെയ്യും. സിദ്ദിഖ് കാപ്പന്റെ കേസിൽ ഉത്തർപ്രദേശ് പോലീസ് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലുണ്ട്, നിയമാനുസൃതം ഞങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് ചോദ്യം ചെയ്യാനായിട്ട് ഞങ്ങളുടെ കസ്റ്റഡിയിൽ വാങ്ങിച്ചിരിക്കുകയാണ്. പിന്നെന്താ കേസ്? അപ്പോ ഇവർക്ക് വേണ്ടി വാദിച്ചത് കോൺഗ്രസ് നേതാവ് കപിൽ സിബലാണ്. ഇവരൊക്കെ ഒന്നാണല്ലോ. കോൺഗ്രസിൽ വലിയൊരു വിഭാഗം നക്സലൈറ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഉണ്ട്. അത് വേറൊരു കഥ, വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം അതിന്റെ രസങ്ങളെല്ലാം. കപിൽ സിബൽ ഹാജരായിട്ട് പറഞ്ഞു, അല്ല സിദ്ദിഖ് കാപ്പന് ജാമ്യം വേണം. അപ്പോ സുപ്രീം കോടതി പറഞ്ഞു, അല്ല ജാമ്യാപേക്ഷ നിങ്ങൾ ഒന്നുകിൽ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ കീഴ്ക്കോടതിയിലോ മൂവ് ചെയ്യുക, അവര് തന്നില്ലെങ്കിൽ ഇവിടെ വരും, അന്നേരം പരിശോധിക്കാം എന്ന് പറഞ്ഞു വിട്ടു. ഇപ്പൊ ഇവര് പറയുന്നത് സിദ്ദിഖ് കാപ്പന് കൊടുക്കാത്ത ജാമ്യം സുപ്രീം കോടതി അർണാബ് ഗോസ്വാമിക്ക് എങ്ങനെ കൊടുത്തു എന്നാണ്. അർണാബ് ഗോസ്വാമി ചെയ്തത് എന്താണെന്ന് നോക്കൂ. അർണാബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പോലീസ്. ഉച്ചയ്ക്ക് തന്നെ ബോംബെ ഹൈക്കോടതിയിൽ അർണാബ് ഗോസ്വാമിയുടെ വക്കീലന്മാര് ഹേബിയസ് കോർപ്പസ് റിട്ട് കൊടുത്തു. ഒന്ന്. വേറൊന്ന്, ഈ FIR തന്നെ ക്വാഷ് ചെയ്യണം. ക്വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുക, കഴമ്പില്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി FIR ക്യാൻസൽ ചെയ്യണം. അതിനെയാണ് ക്വാഷ് എന്ന് പറയുന്നത്. QUASH, ക്വാഷ്. നമ്മൾ സാധാരണ കുടിക്കാൻ ഉപയോഗിക്കുന്ന സ്ക്വാഷുമായിട്ട് തെറ്റിദ്ധരിക്കരുത്, അത് വേറെയാണ്. ഇത് ക്വാഷ് എന്നാണ് പറയുന്നത് വാക്ക്. അപ്പോൾ FIR ക്വാഷ് ചെയ്യണം, അർണാബ് ഗോസ്വാമിയെ ഉടൻ തന്നെ ജാമ്യത്തിൽ വിടണം. ഈ 3 ആവശ്യങ്ങളാണ് ഹൈക്കോടതിയിൽ കൊണ്ടുപോയത്. ആദ്യത്തെ ആവശ്യം ആദ്യം തന്നെ ഹൈക്കോടതി തള്ളി. ഹൈക്കോടതി പറഞ്ഞു, ദാ നിങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ ആള് ബോംബെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്, റായ്ഗഡ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അവർ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി, മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഹേബിയസ് കോർപ്പസ് റിട്ടിന്റെ ആവശ്യമില്ല. അപ്പോൾ വക്കീലന്മാർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഈ ഹർജി ഫയൽ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തെ പിടിച്ചോണ്ട് പോയി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയുമില്ല, അതിനിടയ്ക്കാണ് ഞങ്ങളുടെ ഹർജി വരുന്നത്. ഇപ്പോ ഉണ്ട്, കസ്റ്റഡിയിലുണ്ട് എന്ന് അവർ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഹർജി നിലനിൽക്കില്ല, സമ്മതിക്കുന്നു. പക്ഷേ FIR കളയണം, ജാമ്യം തരണം. അത് പരിശോധിച്ചിട്ടാണ് ബോംബെ ഹൈക്കോടതി പറഞ്ഞു, FIR കളയാൻ ഞങ്ങൾ ആലോചിക്കാം, സമയം വേണം. ജാമ്യം തരാനായിട്ട് നിങ്ങൾ സെഷൻസ് കോടതിയിൽ പോകൂ. സെഷൻസ് കോടതിക്ക് ഞങ്ങളൊരു നിർദ്ദേശം കൊടുക്കുന്നു, 4 ദിവസത്തിനകം അർണബ് ഗോസ്വാമിയുടെ ജാമ്യം പരിശോധിച്ച് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്താന്ന് വെച്ചാൽ തീരുമാനം എടുക്കണം. ഈ തീരുമാനത്തിനെതിരെയാണ് അർണബ് ഗോസ്വാമി സുപ്രീം കോടതിയിൽ വരുന്നത്.
അതായത് ഹൈക്കോടതിയും കഴിഞ്ഞാണ് സുപ്രീം കോടതിയിൽ വരുന്നത്. സിദ്ദിഖാപ്പന്റെ ആൾക്കാർ എന്ത് ചെയ്തു? അവർക്ക് പത്രത്തിലും ചാനലിലും ഫ്ലാഷ് ചെയ്യണ്ടേ വാർത്ത? അവര് നേരെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി എന്ത് ചെയ്തു? ഹൈക്കോടതിയിൽ പോകാൻ പറഞ്ഞു. ഇതാണ് സംഭവം. ഇവര് സാധാരണ ഒരു വക്കീൽ മൂവ് ചെയ്യുന്ന പോലെ ചെയ്തിരുന്നെങ്കിൽ ആദ്യം ഹൈക്കോടതി, പിന്നെ സുപ്രീം കോടതി. ചില കേസിൽ നിങ്ങൾ ലോവർ കോർട്ടിൽ പോകണമെങ്കിൽ അവിടെ തന്നെ പോകണം. ഹൈക്കോടതിക്ക് നിങ്ങളെ ലോവർ കോർട്ടിലേക്ക് പറഞ്ഞു വിടാം. അതാണ് ബോംബെ ഹൈക്കോടതി അർണാബ് ഗോസ്വാമിയോട് ചെയ്തത്. അർണാബ് ഗോസ്വാമിയുടെ വക്കീലന്മാർ വാദിച്ചത്, ശരി, ഞങ്ങളെ ലോവർ കോർട്ടിലേക്ക് വിടാൻ ഹൈക്കോടതിക്ക് അവകാശമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ജാമ്യം നിഷേധിച്ചത് തെറ്റായിപ്പോയി. ഹൈക്കോടതിക്ക് ഇത് പരിശോധിക്കാൻ സമയമെടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അതിനിടയിൽ അഡ് ഇന്ററിം ബെയിൽ എന്ന് പറയും, അതിനിടയിൽ ജാമ്യം. കാരണം ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഇല്ലാതെയാക്കുകയാണല്ലോ തടവിലിടുക എന്ന് വെച്ചാൽ. അത് തരണമായിരുന്നു എന്നാണ്. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് എന്താ? ഹൈക്കോടതി അത് കൊടുക്കണമായിരുന്നു. ബാക്കി കാര്യത്തിൽ സുപ്രീം കോടതി ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. അർണാബ് ഗോസ്വാമി നിഷ്കളങ്കനാണെന്ന് പറഞ്ഞിട്ടില്ല, നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടില്ല, അതിന്റെ തെളിവുകളിലേക്ക് കടന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ താഴെയുള്ള കോടതികൾ ചെയ്തോളൂ. സുപ്രീം കോടതി ആകെ ചെയ്തത്, ഹൈക്കോടതിയും കഴിഞ്ഞ് ഇവിടെ എത്തിയ ഈ മനുഷ്യന് ഹൈക്കോടതിയിൽ തന്നെ ജാമ്യം കൊടുക്കാമായിരുന്നു, കേസ് മുന്നോട്ട് പോട്ടെ. കേസില്ലാതെയാക്കുക, FIR ക്വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിക്ക് ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. ശരി, ആയിക്കോട്ടെ, പക്ഷെ ജാമ്യം കൊടുക്കണമായിരുന്നു. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞത്. സിദ്ദിഖാപ്പന്റെ പേരിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? കാരണം സിദ്ദിഖാപ്പൻ ഹൈക്കോടതിയിൽ പോയില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇപ്പോഴും സിദ്ദിഖാപ്പന്റെ ജാമ്യ ഹർജി ഒരു കോടതിയിലും പെൻഡിംഗ് ഇല്ല. സിദ്ദിഖാപ്പൻ ഇതുവരെ ജാമ്യ ഹർജി അലഹാബാദ് ഹൈക്കോടതിയിലോ, അല്ലെങ്കിൽ അലഹാബാദ് ഹൈക്കോടതിയിലെ ലക്നൌ ബെഞ്ചിലോ, അല്ലെങ്കിൽ സെഷൻസ് കോടതിയിലോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ റിമാൻഡിലാക്കിയ മജിസ്ട്രേറ്റിന് മുമ്പിലോ നാളിതുവരെ ജാമ്യ ഹർജി കൊടുത്തിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് വിളിച്ച ഏതെങ്കിലും മജിസ്ട്രേറ്റോ ജഡ്ജിയോ ജാമ്യം കൊടുക്കുമോ? നമ്മൾ അങ്ങോട്ട് ചെല്ലണ്ടേ? അതുപോലും ചെയ്യാതെ ഈ മാന്യന്മാരെല്ലാം കൂടെ കള്ളപ്രചരണം നടത്തുകയാണ്. സുപ്രീം കോടതി പക്ഷപാതപരമായിട്ട് പെരുമാറി അർണാബ് ഗോസ്വാമിക്ക് ജാമ്യം കൊടുത്തു, സിദ്ദിഖാപ്പന് കൊടുത്തില്ല. എടാ, സിദ്ദിഖാപ്പൻ ചോദിച്ചിട്ട് പോലുമില്ല ജാമ്യം. സുപ്രീം കോടതി ജാമ്യം കൊട്ടയിലെടുത്ത് തലേ ചുമന്നിട്ട് സിദ്ദിഖാപ്പന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇതൊക്കെ എവിടത്തെ ന്യായമാണ്? എന്താ ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്? കുറെ പത്രക്കാരും ചാനലുകാരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇരുട്ട് വെളുക്കുമ്പോ നിങ്ങൾക്ക് രാവ് പകലാക്കാനും പകല് രാവാക്കാനുള്ള സാമർഥ്യം ഉണ്ടെന്നോ? പൊതുജനങ്ങൾ ശുദ്ധ വിഡ്ഢികളാണെന്നോ? അല്ലെങ്കിൽ ഇവരാദ്യം മജിസ്ട്രേറ്റിന് മുമ്പിൽ, അല്ലെങ്കിൽ സെഷൻസ് കോടതിയിൽ, അല്ലെങ്കിൽ അലഹാബാദ് ഹൈക്കോടതിയിൽ സിദ്ദിഖാപ്പന്റെ ജാമ്യത്തിന് മൂവ് ചെയ്തിട്ട് ചെയ്യില്ല ഇവര്? കാര്യം എന്താണെന്നറിയാമോ? അവിടെയൊക്കെ എന്തെങ്കിലും പ്രവൃത്തി എടുത്തു കഴിഞ്ഞാൽ ഈ TV വരില്ലല്ലോ, അവിടുത്തെ TV വേറെയാണല്ലോ. മാത്രമല്ല, ഇതുപോലത്തെ കാര്യമൊക്കെ ആയിട്ട് നാട്ടിൽ നടന്നു കഴിഞ്ഞാൽ കവളം മെഡലിനെ അടിക്കും അവര്. അവിടെ തെങ്ങില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കടലാവണക്കുമ്പത്തിനായിരിക്കും അടി. കവളം മെഡൽ കിട്ടാനില്ലല്ലോ ഉത്തർപ്രദേശിൽ. ഈ ഭോഷ്കൊക്കെ കൊണ്ട് നടക്കുക. എന്നിട്ട് എനിക്ക് അത്ഭുതം, എന്റെ വളരെ ബഹുമാനപ്പെട്ട അടുത്ത സുഹൃത്തുക്കളായ പത്രപ്രവർത്തകർ അവരൊക്കെ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവരും പറഞ്ഞു പരത്തുന്നത് സിദ്ദിഖാപ്പന് കൊടുത്തില്ല, അർണാബ് ഗോസ്വാമിക്ക് കൊടുത്തു, സുപ്രീം കോടതി പാർഷ്യാലിറ്റി കാണിച്ചു. ഒരു പാർഷ്യാലിറ്റിയും കാണിച്ചിട്ടില്ല. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ വ്യാപകമായിട്ടൊരു പ്രചരണം നടക്കുന്നുണ്ട്, സുപ്രീം കോടതി നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് എപ്പോഴും വിധിക്കുന്നു എന്ന്. വേറൊരു വീഡിയോയിൽ നമുക്കത് പരിശോധിക്കാം. അബദ്ധജടിലമായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് സുപ്രീം കോടതിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്ഥാപനങ്ങൾ നിലനിൽക്കണം. ഇലക്ഷൻ കമ്മീഷൻ, സുപ്രീം കോടതി, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇതൊക്കെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് നിയമവാഴ്ചയ്ക്ക്. ഭരണം മാറി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രധാനമന്ത്രി വന്നു എന്ന് വിചാരിച്ചിട്ട് ഈ സ്ഥാപനങ്ങളെ മുഴുവൻ നാറ്റിക്കാൻ ശ്രമിക്കരുത്. ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് എന്താ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കേണ്ട, CBI അന്വേഷിക്കേണ്ട, പിന്നെ ആരന്വേഷിക്കും? ലോക്കൽ പോലീസിലെ നിങ്ങൾ നിയമിച്ച ഹെഡ് കോൺസ്റ്റബിൾ തങ്കപ്പൻ പിള്ളയോ? നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ? അതുകൊണ്ട് എല്ലാവരും ഒരു ബാലൻസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തെറ്റിദ്ധാരണകളിൽ അനാവശ്യമായിട്ട് വീഴരുത്. UAPA ആക്ട് ഗൂഗിളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഹോം മിനിസ്ട്രി തന്നെ PDF ആയിട്ട് ഇട്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് അത് വായിച്ചു നോക്കുക. സിദ്ദിഖാപ്പന്റെ പ്രവൃത്തികളെ പറ്റി നിങ്ങൾ തന്നെ, എന്റെ ഈ വീഡിയോ കാണുന്നവർ തന്നെ രഹസ്യമായിട്ട് പത്രക്കാരോട് ചോദിക്കുക, എന്താണ് ചേട്ടാ ഈ കക്ഷിയുടെ, അതൊക്കെ പറയാൻ പോയാൽ മോശമാണ് കേട്ടോ എന്ന് പറയും. പുറത്തിവർ പറയും, ഓ പത്രസ്വാതന്ത്ര്യം നശിച്ചു എന്ന് പറയും.
ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഈ സത്യം അറിയിക്കാനായിട്ട് വന്നു എന്ന് മാത്രം. നമസ്കാരം.